കർണാടകത്ത് മൊത്തം ഇതിൻ്റെ എല്ലാ നിലക്കും പ്രചരണവും നടന്നു. എല്ലാവരും ഈ വരാൻ ഈ ഫെബ്രുവരി ആദ്യവാരം ആയിക്കിട്ടാനുള്ള ആവേശത്തിലാണ്. അൽഹംദുലില്ലാ എല്ലാ നിലക്കും ഇത് വിജയിക്കട്ടെ. അള്ളാഹു നമ്മൾക്ക് കണ്ണ് നിറയെ കാണുവാനും ആസ്വദിക്കാനും തൗഫീക്ക് ചെയ്യട്ടെ. ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് ഇതൊക്കെ, അത് കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം, അത്രേ ഉള്ളൂ. എനിക്ക് ബാംഗ്ലൂരിന് സമ്മേളനമുണ്ട്, അതൊന്നുമില്ല, അതിനേക്കാളും 10 മടങ്ങ് കൂടാൻ സാധ്യത ഏറെയുണ്ടാകുന്ന സാധ്യത. 28-ാം തീയതി സയ്യിദുലമാൻ്റെ യാത്രയുടെ സമാപനം നമ്മുടെ അഡ്യാർക്കണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വലിയ ഒരു സമ്മേളനം തന്നെ ആയി മാറുമെന്ന രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കിയ സ്വാസംഗമൊക്കെ കൂടുതലും ഒക്കെ ആ സ്വാഗതങ്ങളൊക്കെ കൂടി ഗ്രൗണ്ടൊക്കെ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 29-ാം തീയതി കൊടക് ജില്ലയിൽ സമസ്തയുടെ ഒരു പ്രചരണ സമ്മേളനം നടന്നു. അതിഗംഭീരമായിരുന്നു. കൊടക് ജില്ലയുടെ ഗ്രാമങ്ങളിൽ നിന്ന് മുഴുവനും ഇതിനകം ഇവിടെ എത്താനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ജനങ്ങൾ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും കർണാടകയിലെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ മുസ്ലിമീങ്ങളിലും ഒരു പ്രത്യേകമായ ഒരു ആവേശം ഈ സമ്മേളനത്തോടു കൂടി വന്നിട്ടുണ്ട്. ചരിത്ര സംഭവമായിരിക്കും. കാരണം ഒരു മഹലിൽ നിന്ന് ഒരു വാഹനം വന്നാൽ തന്നെ, ഒരു ബസ് വന്നാൽ തന്നെ 50 ആളുകളുടെ ഒരു ബസ് വന്ന് വെക്കുക. അതല്ല വരിക, ഓരോ മഹലിൽ നിന്നും 2, 3 ബസ്സാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനാവലി ഇവിടെ ഉണ്ടാകും, കർണാടകയിലെ മുഴുവൻ ആളുകളുണ്ടാവും. പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. പിന്നെ ഒരു ബസ്സിൽ 50 വീതം ഒരു 10,000 ബസ് വന്നു എന്ന് നിൽക്കുക. ഇവിടെ അതൊക്കെ പാർക്ക് ചെയ്യും ഈ ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ 2 ബസ്സുണ്ട്. ഒരു വലിയ ചരിത്രത്തിൽ ഇതുപോലെ സമ്മേളനം നമ്മളെ അളവിലുണ്ടാവില്ല. അത് മാത്രമല്ല, ഈ പ്രാവശ്യം വലിയൊരു പ്രത്യേകത, സമസ്തയുടെ 100-ാം വാർഷികം, മുത്തുനബിയുടെ 1500-ാം വാർഷികം, അത് രണ്ടും ഒത്തു വന്നത് വലിയൊരു സംഭവമാണ്.